ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യോജിപ്പിക്കാനാണ്. ബ്രാക്കറ്റിൽ ഖുർആൻ, ഇബാദത്ത്, ഉമർ റളിയല്ലാഹു, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇജ്മാ, ഖിയാസ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അഗ്നിജ്വാലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. 3 നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ. 4 നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. 5 പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ശരി അടയാളപ്പെടുത്താം. 1. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമാരാണ് അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. 2. യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു. യഹൂദികൾ ക്രൈസ്തവർ, അമുസ്ലിമീങ്ങൾ ക്രൈസ്തവരാണ്. 3. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. 4. മൂസാ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി ഫിർഔനാണ്. 23 വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് സബൂർ, ഖുർആൻ, ഇഞ്ചീൽ, ഖുർആൻ. ഇതാണ് ശരിയായ ഉത്തരം. ഇത് നമ്മൾ 2-3 തവണ കേട്ടാൽ അതോടെ അത് പഠിക്കാൻ പറ്റും നമുക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ യോജിച്ച സ്ഥാനത്ത് എഴുതാം. അബി കുഹാഫ, ഔഫ്, അബി വക്കാസ്, അബി തോലിബ്, സെയ്ദ്, അഫ്ഫാൻ, ഉബൈദില്ല, അൽ അവ്വാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഉസ്മാനുബിനു അഫ്ഫാൻ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് 2 തവണ നമ്മൾ വായിച്ചാൽ തന്നെ അതോടെ അത് പഠിച്ചു. 2 അലിബിനു അബി ത്വാലിബ്, സഅദുബിനു അബി വക്കാസ്, തുൽഹത്തുബിനു ഉബൈദില്ല, സഈദുബിനു സെയ്ദ്. 6. സുബൈറുബിനു അൽ അവ്വാം, അബൂബക്കർബിനു അബി കുഹാഫ. 8. അബ്ദുറഹ്മാനുബിൻ ഔഫ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ 4 പൂർത്തിയാക്കാനാണ്. 1. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. 2. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാ. ഈ രൂപത്തിലാണ് അത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. 5. ചോദ്യം നോക്കാം. ഒറ്റ വാക്കിൽ എഴുതാനാണ്. 1. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹിൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. 2. പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവ്. 3. മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് പിശാച്. വളരെ എളുപ്പമുള്ളതാണ്. അള്ളാഹു ഇതൊക്കെ എഴുതാൻ തൗഫീഖ് നൽകട്ടെ. 6. ചോദ്യം നോക്കാം. വ്യക്തമാക്കാനാണ്. 1. ബിദ്അത്തുൻ ളലാല. ഖുർആന്, ഹദീസ്, ഇജ്മാഹ്, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവയാണ് ബിദ്അത്തുൻ ളലാല. 2. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഗൈബിയായ കാര്യം. നിങ്ങൾ ഭക്ഷിച്ചത് എന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറഞ്ഞ കാര്യമായിട്ട് അവർക്ക് അറിയിച്ചു തരാമെന്ന് പറഞ്ഞത്. 3. അസ്ഹാബുൻ നബി. മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവരാണ് സ്വഹാബിമാർ. 4. ഔലിയാക്കൾ. അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നവർ. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യത ഏറെയാണ്. 7. ചോദ്യം ആശയം എഴുതാനാണ്. അതിൻ്റെ അർത്ഥം വിശദീകരിക്കാനാണ്. അറബിയുടെ. 1. ഇന്ന ഷിർക്കല ദുൽമുൻ അളീം. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. 2. വകുല്ലും ഫി ഫലക്കി യസ്ബഹുൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. 8. നോക്കൂ. ഉത്തരം എഴുതാം. 1. മുർത്തത്ത് മുസ്ലിമാവാൻ എന്തു ചെയ്യണം? അപ്പോൾ മുസ്ലിം ആയിരുന്ന ഒരാൾ ഇസ്ലാമിൽ നിന്ന് പോയി വീണ്ടും അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവന് മുർത്തത്തായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം. 2. ഗൈബ് എന്നാൽ എന്താണ്? സൃഷ്ടികളിൽ സാധാരണഗതിയിൽ അറിയാത്തതാണ് മറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ അറിയാത്തത്. 3. അദ്ദുആഉ എന്നാൽ എന്താണ്? ആരാധ്യനെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ അഥവാ പ്രാർത്ഥന എന്നുള്ളത്. ഓരോ വിഷയത്തിൻ്റെയും പ്രത്യേകം ഷോർട്ട് നോട്ടുകളുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക്
ഈ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ 50 രൂപ അയച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേ വാട്സപ്പിൽ അയച്ചാൽ ഉടനെ തന്നെ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങൾ അയച്ച പൈസ തിരികെ അയക്കുകയും ചെയ്യും. ഓരോ വിഷയത്തിൻ്റെയും ഷോർട്ട് നോട്ടുകൾക്ക് കൂടെ താരീഖിലെ പ്രധാനപ്പെട്ട ഹിജ്റ വർഷങ്ങൾ അടങ്ങിയ ഒരു PDF-ഉം അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിൽ വന്ന ആയത്ത്, ഹദീസ് ഇവകളുടെ അറബിയും അതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി നടന്ന പരീക്ഷകളുടെ ഉത്തരങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പറുകളുടെ PDF എല്ലാം ഉണ്ടാകും. എല്ലാറ്റിനും കൂടെ 50 രൂപയാണ്. ആവശ്യക്കാർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്.